ഷീബ, ഞാൻ എറണാകുളത്ത് പള്ളിപ്പുറത്ത് നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് ഒരു 9 വർഷം മുമ്പുണ്ടായ ഒരു ക്യാൻസർ ബാധിച്ച് പുലിയാമ്പുല്ലരി കാസിനോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ വയറിനെ ബാധിക്കുകയും വയറിൽ 2.5 കിലോയുള്ള ഒരു ട്യൂമർ ഉണ്ടാകുകയും അത് ടച്ച് ചെയ്തിരുന്ന എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ക്യാൻസർ ബാധിച്ച് പഴുപ്പ് ബാധിക്കുകയും ഉണ്ടായി. പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കൊണ്ടുവന്ന് 10.5 മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയ ചെയ്ത് വൻകുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി, ചെറുകുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി, പിത്തസഞ്ചിയുടെ വാൽവ് മുറിച്ച് മാറ്റി, ആമാശയത്തിൻ്റെ പകുതി മുറിച്ച് മാറ്റി, ട്യൂമർ ടച്ച് ചെയ്തിരുന്ന വയറിൻ്റെ മജ്ജകളെല്ലാവരും മുറിച്ച് മാറ്റുകയും ചെയ്തു. അന്നനാളത്തിൽ കൂടി ഭക്ഷണം ഇറങ്ങാത്തത് കൊണ്ട് ആമാശയത്തിൽ നിന്നൊരു ട്യൂബ് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് മരിച്ചതിലും കഷ്ടമായിട്ട് ഈ ആളെ വെൻറ്റിലേറ്ററിലാക്കി. കടലിൽ ജോലി ചെയ്യണതാണ്. 20-18 ദിവസം കഴിഞ്ഞാൽ വലിയ ബോട്ടിൽ പോയാൽ തിരിച്ചു വരാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ജോലിക്കായിട്ട് പോയി കടലിൽ വെച്ചാണ് ഒരു ബുദ്ധിമുട്ട് തോന്നി. അവർ 4 ദിവസം കൊണ്ട് കടലിൽ നിന്ന് കരക്കെത്തിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും ഭാഗങ്ങൾ മുറിച്ച് മാറ്റണം, ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല, അത്രയും ഡാമേജായി എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ദീപക് ബർമയാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ പുള്ളി വെൻറ്റിലേറ്ററിലാണ്. അപ്പോഴാണ് പുറത്തിരുന്ന എൻ്റെ കൃപാസന പത്രം തന്നിട്ട് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ ഈ പത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ മാതാവേ, എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച്. ഭക്ഷണം ഇങ്ങനെ ഇറങ്ങൂല, വെള്ളമൊന്നും ഇങ്ങനെ അന്നനാളത്തിൽ കൂടിയൊന്നും പോകൂല, ആമാശയത്തിലൊരു ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ വേണം, കുറഞ്ഞ നാളുകളെ ജീവിച്ചിരിക്കുകയുള്ളൂ, പക്ഷേ അത്രയും നാൾ നമുക്ക് വെള്ളമൊക്കെ ആമാശയത്തിൽ ഈ ഇട്ട ട്യൂബിൽ കൂടി വേണം കൊടുക്കാനെന്ന് പറഞ്ഞ് ഇത് ബോധമൊക്കെ വീണ് ഇത്തിരി വെള്ളം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ ഗ്ലൂക്കോസ് തന്നുണ്ട്, ആമാശയത്തിലൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടി അത്യാവശ്യം വെള്ളമൊക്കെ തന്നുണ്ട്, വായയിൽ കൂടി കുടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട, ഞാൻ 57 വയസ്സ് വരെയും ജീവിച്ചിട്ടുണ്ട് ഒന്നുമില്ലാതെ, ഈ ആമാശയത്തിൽ കൂടി ഭക്ഷണം തന്നിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്നും പറഞ്ഞ് ഈ ട്യൂബ് വലിച്ചു പറിക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവർ ഡോക്ടറിനെ വിളിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് സാംബശിവനെ തിയേറ്ററിലോട്ട് ഒന്നും കൂടി കൊണ്ടുപോയിട്ട് അല്പം വെള്ളം കൊടുത്തിട്ട് പുള്ളി അതൊന്ന് ബോധ്യപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് വൊമിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിട്ടേൺ എടുക്കാൻ. അവിടെ തൊട്ടടുത്ത് കിടന്ന റൂമിലുള്ള ഒരു ചേച്ചി ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം ഉള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കൊണ്ടു. ഞാനതിങ്ങനെ നെഞ്ചോടടക്കി പിടിച്ച് ഇതിനെ തിയേറ്ററിൽ കയറ്റിയാക്കിയാണ് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ എങ്ങനെ ഭക്ഷണം കഴിച്ച്, അങ്ങനെയല്ലാതെ കർത്താവെ ഈ മനുഷ്യനെ മരണത്തിലും കഷ്ടമായിട്ട് എനിക്ക് തിരിച്ചു തരരുത്. അത് അസിസ്റ്റൻ്റ് ഡോക്ടർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി എന്നോട് പറഞ്ഞു, ഒരു മിറാക്കിൾ സംഭവിച്ചാക്കണ്, സാംബശിവന് ജ്യൂസ് 1/2 ഗ്ലാസ് ജ്യൂസ് കൊടുത്ത് റിട്ടേൺ എടുക്കാൻ കണക്കാക്കി കൊടുത്ത ജ്യൂസ് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിച്ച് ആമാശയത്തിലെത്തി ദഹനം ചെയ്ത് അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി, കർത്താവ് എന്തായാലും എൻ്റെ ഭർത്താവിന് ഏതെല്ലാം അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് എടുത്തു മാറ്റാൻ കർത്താവിന് സാധിക്കുമെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് ക്യാൻസറാണെന്ന് കരുതി ഞാൻ ദുഃഖിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യണേക്ക് മുമ്പ് ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് 1/2 ഗ്ലാസ് ചായയൊക്കെ വായി കൂടി കൊടുത്ത് കഴിച്ച് കുഴപ്പമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് ആമാശയത്തിൽ ഇട്ടാക്കണ ട്യൂബ് എനിക്ക് ഊരി തന്നുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതൊരു അത്ഭുതം സംഭവിച്ചാക്കണതാണ്, ഇത് ഊരിക്കഴിഞ്ഞാൽ കീറി മുറിക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം പോലുമില്ല. 10 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഡാമേജായ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റി സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താക്കണം. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് കിടക്കാനുള്ളതാണ് ആമാശയത്തിൽ നിന്നുള്ള ട്യൂബ്. അപ്പോൾ അവർ തൽക്കാലം അത് വളച്ച് വെച്ചൊക്കെ ഒട്ടിച്ചാണ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത്. അപ്പോഴൊക്കെ എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒന്നിനും കഴിവില്ലാത്ത ജീവച്ഛവം പോലെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷേ ഒരു അത്ഭുതം വന്നെന്നുള്ളത്, ഇങ്ങനെ ഭക്ഷണം
വെള്ളം ഒക്കെ ഇങ്ങനെ കുടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് സംഭവിച്ചത്. ഇതിൻ്റെ ഇടയിൽ 6 മാസം കൊണ്ട് 6 കീമോ കഴിഞ്ഞതിന് ശേഷം പിന്നെ റേഡിയേഷനുള്ള ടെസ്റ്റുകൾക്കൊക്കെ അവരെഴുതി തന്നു. എന്നിട്ടൊരു ഡേറ്റ് തന്ന് ഈ റിസൾട്ടൊക്കെ ആയിട്ട് നിങ്ങൾ റേഡിയേഷന് വരാനായിട്ട്. അപ്പോഴെല്ലാം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ആന്തരിക അവയവങ്ങളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ടും ശരിയായ റൂട്ടിൽ കൂടി ഈ ജ്യൂസ് ചെന്ന് ദഹനം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. കർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ സൗഖ്യപ്പെടുത്തുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ച്. പിന്നെ ഞാൻ കർത്താവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വാങ്ങി വെച്ച് കർത്താവിനോട് നിരന്തരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരും എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ എൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും കൂടി എനിക്ക് ഒരുക്കി തന്നെ. ഞാൻ സാക്ഷ്യം വെച്ച് ഇങ്ങനെ വെളുപ്പിന് 2 മണി വരെയൊക്കെ ഞാൻ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. ഇവർ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ എന്നെ പിണങ്ങും. മോനൊക്കെ പറയും, അമ്മച്ചി ഭ്രാന്ത് വരും ഈ മാതിര ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ വൻകുടലിൽ ഒരു പൊട്ട് തൊട്ട് അത്രയും ഭാഗത്ത് ക്യാൻസറുള്ള ഒരു ആളുണ്ടായിരുന്നു കീമോ ചെയ്യാൻ. 3ാമത്തെ കീമോന് ആ മനുഷ്യൻ മരിച്ചു. അപ്പം ഞങ്ങൾക്കെന്ന് പറയണ ഇങ്ങോരിക്കട ഈ മുഖമൊഴിച്ചാൽ ഇങ്ങാടി ഇവിടം വരെ കംപ്ലീറ്റ് വ്യാപിച്ച ക്യാൻസറാണ്. പുള്ളിക്കറിയാൻ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന്. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, നമുക്ക് അവർക്ക് ഈ ശല്യമാണ് നമ്മൾ ഈ രോഗസമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തോന്നണത്. അങ്ങനെ ഞങ്ങൾ റേഡിയേഷനിൽ ചെന്ന് ഞങ്ങളുടെ നമ്പറായി കയറി. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോടും കർത്താവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ക്യാൻസറിനെ പറ്റി ഞാൻ ഒരിക്കലും പിന്നെ ദുഃഖിച്ചിട്ടില്ല. കാരണം ആദ്യത്തെ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ റേഡിയേഷന് ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് അന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സ്കാനുകളൊക്കെ ചെയ്താക്കണം. അപ്പോൾ പറഞ്ഞ് സാംബശിവന അത്ഭുതകരമായിട്ട് ദൈവം രക്ഷപ്പെടുത്തിയാക്കണം. ക്യാൻസറിൻ്റെ ഒരു കോശം പോലുമില്ല. സാംബശിവന് ഇനി റേഡിയേഷൻ്റെ യാതൊരു ആവശ്യവുമില്ല. സാംബശിവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സകല മരുന്നും ഇന്നുകൊണ്ട് നിർത്താം. മനുഷ്യൻ അത്ര വിശ്വാസം വന്നില്ല. ഞാൻ ഈ മനുഷ്യനോട് പറയണമായിരുന്നു, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഇത് മാറ്റിത്തരുമെന്ന് പറഞ്ഞാൽ ഇവരാരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞ്, നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ദീപക് വർമ്മയുടെ ഒരു ഒപ്പീനിയനും കൂടി കേൾക്കാം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ട്, ഈ മനുഷ്യൻ ഈ ഇത്ര 6 മാസങ്ങൾക്ക് ശേഷവും ജീവിച്ചിരിക്കണമെന്ന് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം ഡോക്ടറിന്. ഞങ്ങൾ പറഞ്ഞ് റേഡിയേഷൻ ആരംഭിക്കുകയാണ്, അപ്പം അതിന് തൊട്ട് മുമ്പ് സാറിനൊന്ന് വന്ന് കാണാൻ വന്നതാണെന്നാണ് പറഞ്ഞു. അങ്ങനെ വേഗം ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം നോക്കി 2 തട്ട് തട്ടി. എന്നിട്ട് പറഞ്ഞ്, സാംബശിവ അത്ഭുതം സംഭവിച്ചാക്കണം, സാംബശിവൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ യാതൊരു കോശം പോലും ഇല്ല. സാറേ, എന്നാൽ എൻ്റെ ആമാശയത്തിൽ ഇട്ടാക്കണ ട്യൂബ് ഊരണം, എനിക്കിപ്പോൾ കല്ല് തിന്നാൽ പോലും ദഹിക്കും, ഒരു കുഴപ്പവും എനിക്ക് ഭക്ഷണം കഴിച്ചാലില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് ടെസ്റ്റ് ചെയ്ത് CT സ്കാൻ എടുത്തപ്പോൾ മുറിച്ച് മാറ്റി ആമാശയം പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞായിരുന്നു, ആമാശയം വളർന്ന് എന്ന്. അപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റി. മുമ്പ് 2 ആരോ റൂട്ട് ബിസ്ക്കറ്റും 1 ഗ്ലാസ് ചായയും കുടിച്ചാൽ വയറ് ഫുള്ളാകും. പക്ഷേ ഇപ്പം എത്ര ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയായി. അങ്ങനെ അവിടെ വെച്ച് ഡോക്ടർ ആദ്യം ട്യൂബ് ഊരാനായിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് ഊരാനായിട്ട് പറ്റൂല, ഇത് പെർമനൻ്റായിട്ട് കിടക്കണമെന്നാണ്. അന്നത്തെ ദിവസം ഡോക്ടർ അപ്പം തന്നെ സിസ്റ്ററിനെയും വിളിച്ചിട്ട് ഈ ട്യൂബ് ഊരി അവിടെ സ്റ്റിച്ച് ചെയ്ത് കളഞ്ഞു. എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ്, ഞാനൊരു അബ്ഡോമൽ ബെൽറ്റിന് എഴുതി തരാം, ഈ വയറിൻ്റെ മജ്ജ മാറ്റിയാക്കണ കാരണം ആന്തരിക അവയവങ്ങൾ വശങ്ങളിലോട്ടൊക്കെ വരും, അപ്പോൾ അത് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് സാംബശിവൻ ജോലിക്ക് പൊയ്ക്കോ. അങ്ങനെ ആ ബെൽറ്റ് ഇട്ടിട്ട് തൊട്ടടുത്ത ദിവസം തൊട്ട് 9.5 വർഷമായി. ഇപ്പോൾ ഈ മനുഷ്യൻ സെപ്റ്റംബർ 19-ാം തീയതി വരുമ്പോഴാണ് 10 വർഷം തികയുള്ളൂ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആരെങ്കിലും കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടുതരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. പക്ഷേ എനിക്കിവിടെ വന്നോന്നുണ്ട്, എൻ്റെ മകനാ ഭർത്താവ് ആരും സമ്മതിക്കൂല ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാ വരാൻ പോലും. അപ്പോൾ എന്ത് ചെയ്യും? 10 വർഷം കൊണ്ടാണ് ഈ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ ഞാൻ പാകപ്പെടുത്തിയെടുത്തത്. എൻ്റെ കൂടെ കഴിഞ്ഞ മാസം 12-ാം തീയതി ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഉടമ്പടി എടുക്കാത്ത കാരണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തും കൊണ്ടാണ് പോയത്. ഇപ്പം ഈ മനുഷ്യൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കർത്താവ് മാതാവും കൂടി സൗഖ്യപ്പെടുത്തിയാക്കാണ്. ഒരു യുവത്വമുള്ള
ആളെപ്പോലെ എന്ത് ജോലിയും ചെയ്യാൻ, എത്ര കഠിനാധ്വാനം ചെയ്യാൻ ഈ മനുഷ്യൻ ഇന്ന് പ്രാപ്തനാണ്. ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ, ഈ തൃണത്തിന് പോലും വിലയില്ലാത്ത എൻ്റെ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിലെത്തിയല്ല. മകൻ ശബരിമലക്കൊക്കെ പോകുമ്പോൾ അമ്പലങ്ങളിൽ പോകണം. അപ്പം എന്തായാലും അമ്മ ചെന്ന് ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ട്, കാണിപ്പൊന്ന് നിറക്കണമെന്ന് പറയും. വെറ്റിലേ മടക്കേ നാളികേരം നെയ്യ് നിറച്ചതും കൂടി കെട്ടിൽ വെക്കണം, അതവിടെ ചെന്ന് അടിക്കാനുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ വെറ്റില അടക്കയും നെയ്യ് നിറച്ച തേങ്ങയും കൂടി എടുത്തിട്ട് നാളികേരവും കൂടി എടുത്തിട്ട് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് കൃഷ്ണനെ ഇങ്ങനെ നോക്കി, കർത്താവേ എൻ്റെ മോനെ രക്ഷിക്കണമേ എന്നും പറഞ്ഞാണ് അത് കെട്ടിൽ. 10 വർഷം കൊണ്ട് എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൃഷ്ണനെ കണ്ടാലും ഗുരുവിനെ കണ്ടാലും ആരെ കണ്ടാലും അവിടെ ഞാൻ കർത്താവിനെ മാത്രമാണ് കാണുന്നത്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ, ഞാനിത് കാണാനും ഞാൻ പ്രാർത്ഥന എത്തിക്കുമ്പോഴും എനിക്ക് ശല്യത്തിനായി ആരും തന്നെ ഉണ്ടാവരുത്, ഇവരെല്ലാം എനിക്ക് ഒരുക്കി തന്നെ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞാൻ പുറത്തു പോയി വരുമ്പോൾ എൻ്റെ ഭർത്താവ് അച്ഛൻ്റെ ധ്യാനം വെച്ച് കാണുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ്. പാടില്ല. അങ്ങനെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ ഒരു കടലിൻ്റെ അടുത്ത് കൂടി ബസ് പോകും. അവിടെ കുറേ നല്ല പഞ്ചസാര മണലിങ്ങനെയുണ്ട്, പഴുത്ത് കിടക്കണ പുരി വെയിലത്ത് ഒരു ദിവസം കർത്താവിൻ്റെ കുരിശി ചുമക്കണ ഒരു ഭാഗം ഞാൻ ദർശിക്കുകയാണ്. ഭയങ്കരമായൊരു കുരിശി, കർത്താവിനത് എടുത്ത് പൊക്കാൻ പറ്റണില്ല, ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വീണ് പോണ്. പക്ഷേ ഈ കുരിശും കൊണ്ട് നിവരാൻ ശ്രമിക്കുക, ഇങ്ങനെ വീണ് പോണ ഒരു രൂപം ഞാൻ ജീവനോടെ ദർശിക്കുകയാണ്. ഞാനത് വന്ന് എൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ശ്യാം ചേട്ടാ, ഞാൻ കർത്താവിനെ ജീവനോടെ ചലിക്കുന്ന രൂപത്തിൽ ഞാൻ കർത്താവിനെ കണ്ട് എതിർത്ത്. അപ്പോൾ കുടുംബ യൂണിറ്റുകൾ വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള വക്കീലുമാർ സാറുമാരൊക്കെയാണ് അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കണത്. ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ അവർ വരും. ആ ഒരു അധ്യാപകനാണ് അന്ന് വന്നത്. നോക്കിയപ്പോൾ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കണം. പുള്ളിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പുള്ളി അത് നെറ്റി ചുളിച്ചിട്ട് പറഞ്ഞ്, ഈ വീട്ടിലെ വീട്ടമ്മ ആരാണ് ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കറിയാം കുടുംബ യൂണിറ്റ് വെക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യം വരും, ഞാനിനി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, എനിക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ഉത്തരം അങ്ങ് തന്നെ എനിക്ക് തന്നെ. കാരണം ഞാനൊരു ഹിന്ദു ആയതിൻ്റെ പേരിൽ ഞാൻ പല സ്ഥലത്തും ക്രൂശിക്കപ്പെടും. അപ്പോഴൊക്കെ ഉത്തരം മുട്ടി ഞാൻ നിൽക്കരുത്. എൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യം പറഞ്ഞാൽ അത് ലക്ഷങ്ങൾ ചിലവാക്കി ഓപ്പറേഷൻ ചെയ്തിട്ടാണെന്ന് അവർ പറയും. അപ്പോൾ എനിക്ക് പറയാനൊരു ആൻസർ ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കുട്ടിക്ക് ചോറൂണിനായിട്ട് ആലപ്പുഴ ഒരു ചെറുകോലാശ്രമം എന്ന് പറഞ്ഞിട്ട് ആശ്രമമുണ്ട് ഗുരുദേവൻ്റെ, അവിടെ വെച്ചാണ് ചോറൂണ് നടത്തിയത്. അപ്പോൾ ചോറൂണിന് ചെന്നപ്പോൾ വലിയൊരു ഹാളിൽ ഗുരുവിനെ വെച്ച പോലെ ക്രിസ്തുവിൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ട് തുളസിമാല ചാർത്തിയിട്ട് അതിൻ്റെ മുന്നിലാണ് പ്രാർത്ഥന. ആദ്യം തന്നെ കർത്താവിനൊരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ടാണ് ഗുരുമന്ദിരത്തിലെ സകല പ്രാർത്ഥനകളും ആരംഭിക്കണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ആചാര്യനോട് ചോദിച്ച്, എന്താണ് ഇവിടെ ഇങ്ങനെ ക്രിസ്തുവിനെ വെച്ചാക്കണത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഗുരുദേവൻ്റെ സമാധിക്ക് ശേഷം ഗുരുദേവൻ്റെ വസ്തുക്കളൊക്കെ പരിശോധിച്ച് എടുത്തപ്പോൾ ക്രിസ്തുവിനെ ഗുരു ആചരിച്ചെന്നുള്ള ഒരു തെളിവ് ഉണ്ടായി. സർവജ്ഞാനിയായ ഗുരു ക്രിസ്തുവിനെ ആചരിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചുവിടാ എന്നാണ് എന്നോട് ചോദിച്ചത്. അത് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ആൻസർ കർത്താവ് തന്നതാണ്. അപ്പം ഞാൻ ഈ അധ്യാപകനോട് പറഞ്ഞ്, നമ്മുടെ സർവജ്ഞാനിയായ ഗുരു ക്രിസ്തുവിനെ ആചരിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു ഫോട്ടോ ഇവിടെ വെച്ചുകൂടാ അങ്ങനെ ചോദിച്ച്. ഞാനപ്പോൾ എല്ലാവരോടും, നിങ്ങൾ എന്ത് മനസ്സ് നീറിയ ആവശ്യങ്ങൾക്കായാണ് കർത്താവിനെയും മാതാവിനെയും എൻ്റെ അടുത്ത് വന്നാക്കണമെങ്കിലും നമ്മുടെ മനസ്സ് ദൈവത്തിന് വസിക്കാനുള്ള പരിശുദ്ധമായ ആലയമാക്കി തീർക്കുക. അവിടെ ക്രിസ്തുവും മാതാവും വരും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരും.